ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഹോണ്ട സിറ്റിയാണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ച് ദൂരം ഓടി കഴിയുമ്പോൾ വണ്ടിക്കൊരു മിസ്സിങ് വരുന്നു. എന്നിട്ട് നമ്മൾ കാല് കൊടുക്കുമ്പോൾ തീരെ വലിവില്ലാത്ത ഒരു ഫീൽ വരുന്നു. ചിലപ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ട് ചിഹ്നം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യുന്നുണ്ട്. ചില ടൈമിൽ നല്ല രീതിയിൽ, അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അറിയാതെ തന്നെ നമ്മൾ ഒരു ഫീലും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ആക്സിലേറ്റർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വലിവ് തീരെ ഇല്ലാത്തൊരു അവസരം വരുന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വണ്ടിക്ക് നോർമൽ കണ്ടീഷനിലോട്ട് വരും. പിന്നെയും ചിലപ്പോൾ കുറച്ച് ദൂരം ഓടി കഴിയുമ്പോൾ മാത്രമേ ആ ഒരു കംപ്ലയിൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് വണ്ടിയൊക്കെ ഷേക്കാകുമ്പോൾ ഹമ്പൊക്കെ ചാടുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വലിവ് തീരെ ഇല്ലാത്ത ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ O2 സെൻസറിൻ്റെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ O2 സെൻസറിൻ്റെ സോക്കറ്റിന് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഇതാണ് ഇതിൻ്റെ O2 സെൻസറിൻ്റെ സോക്കറ്റ് വരുന്നത്. O2 സെൻസർ നമ്മളിപ്പോൾ അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ O2 സെൻസറിൻ്റെ സോക്കറ്റ് നോക്കുമ്പോൾ ഈ ഒരു ലെഗ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നല്ല രീതിയിൽ പൂപ്പൽ പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ പൂപ്പൽ പിടിച്ചിരിക്കുന്ന പോലെയാണ് ഈ ഒരു ലെഗിൽ കാണുന്നത്. അതായത് ഈ ലെഗിൽ, ബാക്കിയുള്ളതിന് ഈ ഒരു ലെഗിലും ചെറിയൊരു പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രണ്ട് ലെഗിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് O2 സെൻസർ അഴിച്ചു വെച്ചേക്കുന്ന O2 സെൻസറിൻ്റെ ആ സോക്കറ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ O2 സെൻസർ വരുന്നത്. ഇതിൻ്റെ രണ്ട് O2 സെൻസർ വരുന്നുണ്ട്. ഒന്ന് ഈ ഭാഗത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്ന് ഈ ഭാഗത്തും വരുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ O2 സെൻസർ വരുന്നത്. ഇതാണ് ബാക്ക് 1 ഒന്നാമത്തെ O2 സെൻസർ വരുന്നത്. ഇതിൻ്റെ ലൈൻ പോകുന്നത് ഇതുവഴി O2 സെൻസർ കണക്ട് ചെയ്ത് നമ്മൾ സോക്കറ്റ് നമ്മൾ അവിടെ നിന്നാണ് അഴിച്ചു വിട്ടേക്കുന്നത്. അവിടോട്ടാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ആ സോക്കറ്റിലോട്ടാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും O2 സെൻസറിൻ്റെ ആ സോക്കറ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ അഴിച്ചെടുത്ത O2 സെൻസർ, അതായത് ബാങ്ക് 1, അതായത് ഒന്നാമത്തെ ഫ്രണ്ടിൽ കാണുന്ന O2 സെൻസർ. അപ്പോൾ ഇതിൻ്റെ സോക്കറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലെ സോക്കറ്റ് ആ ക്ലാവ് കണ്ടതാണ്. അപ്പോൾ ഇതിനകത്തെ സോക്കറ്റിൽ ഈ ഒരു ലെഗ് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫുള്ളായിട്ട് ക്ലാവ് പിടിച്ച് ചെറുതായിട്ട് ഷോർട്ട് ആയിട്ടുണ്ട്. അതായത് നമ്മൾ കറക്റ്റ് കോൺടാക്റ്റ് കിട്ടാതെ വരുമ്പോഴാണ് ഈ ഒരു ചെറിയ ഷോർട്ടേജ് താഴെ വരുന്നത്. അതായത് ഈ വെള്ളമൊക്കെ കയറിയ വണ്ടികളിൽ, അങ്ങനെയൊക്കെയുള്ള വണ്ടികളാകുമ്പോൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ലെഗിന് ക്ലാവ് പിടിക്കാൻ തുടങ്ങും. ക്ലാവ് പിടിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് കറണ്ട് വരാതെ വരും. അങ്ങനെയാണ് അത് ഷോർട്ട് ആയേക്കുന്നത്. അത് നോക്കിയാൽ അകത്തോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ലെഗ്, നമ്മൾ ആ കണ്ട ലെഗ്, അത് ഫുള്ളായിട്ട് ക്ലാവ് പിടിച്ചിട്ട് കറക്റ്റ് കോണ്ടാക്റ്റ് ആകാതെ നിന്നിട്ട് അവർ ചെറിയൊരു ഷോർട്ടേജ് വന്നേക്കുന്നത്. പക്ഷേ ഈ ഒരു രണ്ട് ലെഗിന് വലിയ പ്രശ്നങ്ങൾ. പക്ഷേ ഈ ഒരു രണ്ട് ലെഗ് നല്ല രീതിയിൽ ക്ലാവും കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു ലെഗിന് നല്ല രീതിയിൽ ക്ലാവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കട്ടറിലൊക്കെ വീഴുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് വണ്ടി ഒലയുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് കോൺടാക്റ്റ് കിട്ടാതെ വരും. കോൺടാക്റ്റ് കിട്ടാതെ വരുമ്പോഴാണ് ആ ഒരു മിസ്സിങ്ങും പവർ ലോസും നല്ല രീതിയിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില ടൈമിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കറക്റ്റായിട്ട് കോൺടാക്റ്റ് കിട്ടിയിട്ടിരിക്കും. നമ്മളൊന്ന് വണ്ടി ചിലപ്പോൾ ഷേക്ക് ആവുന്ന സമയത്തൊക്കെ കറക്റ്റ് ഇതിന് കോൺടാക്റ്റ് കിട്ടാതെ വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു പവർ ലോസ്, നമ്മൾ ആക്സിലേറ്റർ എത്ര കൊടുത്താലും വണ്ടി മൂവ് ആവാത്തൊരു അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള പമ്പൽ, ആക്സിലേറ്റർ ഫുള്ള് ചവിട്ടിയാലും വണ്ടി നീങ്ങാത്ത ഒരു അവസരമൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത് ഈ നമ്മൾ വെള്ളം കയറുന്ന വണ്ടികളിലൊക്കെ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് സോക്കറ്റിനൊക്കെ ക്ലാവ് പിടിക്കാൻ തോന്നും. ക്ലാവ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് കോൺടാക്റ്റ് കിട്ടാതെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇതൊക്കെ ഓരോരോ സോക്കറ്റുകളിൽ ക്ലാവ് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഈ ക്ലാവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യേണ്ട. അതുപോലെ തന്നെ ആ സോക്കറ്റിൻ്റെയും ക്ലാവും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ O2 സെൻസർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വിടേണ്ടതായിട്ടുണ്ട്. ഹോണ്ട സിറ്റിയുടെ പവർ ലോസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അതായത് ഈ വെള്ളം കയറുന്ന വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് ഓരോ സോക്കറ്റുകളും അഴിച്ചിട്ട് അന്നേരം തന്നെ അത് ക്ലീൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഓരോരോ സോക്കറ്റിലും ക്ലാവ് കയറി ഇരുന്നിട്ട് അതുപോലെ സ്റ്റാർട്ടിംഗ് ട്രബിൾ, മിസ്സിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ O2 സെൻസറിൻ്റെ സോക്കറ്റിൽ ക്ലാവ് കയറിയിട്ട് അതിന് ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് ഇതിന് വണ്ടി വലിക്കാതെ വന്ന ഒരു അവസരം വന്നത്. അപ്പോൾ എപ്പോഴും ഇല്ല, ഇടയ്ക്ക് ചില ടൈമിൽ മാത്രമാണ് ഈ ഒരു കംപ്ലയിൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഹോണ്ട സിറ്റിയുടെ പവർ ലോസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.